ഡൽഹി കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട UAPA ചുമത്തപ്പെട്ട കേസിൽ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഉമർ ഖാലിദ്. 4 വർഷത്തിലേറെയായി വിചാരണയില്ലാതെ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് തന്റെ ജീവിതം ഇപ്പോൾ ഈ തടവറയ്ക്കുള്ളിലാണെന്ന് പങ്കാളിയോട് പറഞ്ഞു. തന്നെക്കാളേറെ ജാമ്യം അർഹിച്ച മറ്റ് 5 പേർക്ക് കോടതി കനിവ് നൽകിയതിൽ തനിക്ക് ആശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അൻസാരിയ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷകൾ തള്ളിയത്. ഇവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഡൽഹി ഹൈക്കോടതി നേരത്തെ ജാമ്യം നിഷേധിച്ച ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ തീരുമാനത്തിലെത്തിയത്. ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും എതിരായ കുറ്റങ്ങൾ വ്യത്യസ്തമാണെന്ന് കോടതി വ്യക്തമാക്കി. ഓരോ പ്രതിയുടെയും പങ്കും അവർക്കെതിരെ ഹാജരാക്കിയ രേഖകളും പ്രത്യേകം പരിശോധിച്ച ശേഷമാണ് വിധി പ്രസ്താവിച്ചത്. ഇരുവരും കലാപത്തിന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയെന്ന അന്വേഷണ ഏജൻസിയുടെ വാദത്തെ പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കളയാനാവില്ലെന്ന് കോടതി വിലയിരുത്തി. ഏതാണ്ട് 5 വർഷമായി വിചാരണ നടപടികൾ തുടങ്ങാതെ തടവിൽ കഴിയുന്നത് ജാമ്യം അനുവദിക്കാനുള്ള ഏക കാരണമായി കാണാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിവരങ്ങൾ പ്രകാരം കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് വെളിപ്പെടുന്നുണ്ടോ എന്നാണ് കോടതി നോക്കുന്നത്. കേസിന്റെ സത്യാവസ്ഥയും വിശദമായ പരിശോധനയും വിചാരണ കോടതിയുടെ പരിധിയിൽ വരുന്നതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഉമർ ഖാലിദിനും ഷർജീലിനും തിരിച്ചടി നേരിട്ടപ്പോൾ ഇതേ കേസിൽ പ്രതികളായ മറ്റ് 5 പേർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. മുൽഷിഫ ഫാത്തിമ, മീരാൻ ഹൈദർ, അഥൻ ഖാൻ, അബ്ദുൽ ഖാലിദ് സഫി, മുഹമ്മദ് സലീം ഖാൻ, ഷിഫ ഉർ റഹ്മാൻ, ഷതാബ് അഹമ്മദ് എന്നിവർക്കാണ് ആശ്വാസകരമായ വിധി ലഭിച്ചത്. ജാമ്യം അനുവദിച്ചത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കുന്നില്ലെന്ന് കോടതി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഡൽഹി കലാപം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ലെന്നും അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും സുപ്രീം കോടതി വിധിയിൽ പരാമർശിച്ചു. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥകളിൽ വിട്ടുവീഴ്ച പാടില്ല. ജാമ്യം ലഭിച്ചവർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ വിചാരണ കോടതിക്ക് ഉടൻ ഇടപെടാമെന്നും ജാമ്യം റദ്ദാക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. കേസിന്റെ വിചാരണ വൈകുന്നത് ഒഴിവാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജാമ്യം ലഭിച്ചവർ വിചാരണയുമായി സഹകരിക്കണം. വർഷങ്ങളോളം ഒരാളെ വിചാരണയില്ലാതെ തടവിലിടുന്നത് ശരിയല്ലെങ്കിലും കുറ്റകൃത്യത്തിന്റെ സ്വഭാവം നോക്കുമ്പോൾ ജാമ്യം നൽകുന്നതിൽ വിവേചനാധികാരം ഉപയോഗിക്കണമെന്നാണ് കോടതി നിലപാട് സ്വീകരിച്ചത്. ഉമർ ഖാലിദിനെ സന്ദർശിച്ച ശേഷം ബൻജോസ്ന ലാഹിരി എക്സിൽ പങ്കുവച്ച കുറിപ്പ് ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. അദ്ദേഹം തളർന്നിട്ടില്ല, മറിച്ച് മറ്റുള്ളവരുടെ മോചനത്തിൽ സന്തോഷവാനാണ്. ഈ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു, അവർ കുറിച്ചു. ഉമർ ഖാലിദിന്റെ തടവ് നീളുന്നത് മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. 2020 ഫെബ്രുവരിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്കിടെയാണ് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നുവെന്നാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. ഈ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഉമർ ഖാലിദ് അടക്കമുള്ളവരെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിച്ച നടപടിയിൽ പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ സംഘടനകളും വിയോജിപ്പ് പ്രകടിപ്പിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്ത ഒരാളെ കലാപകാരിയായി ചിത്രീകരിക്കുന്നു എന്നാണ് അവരുടെ ആക്ഷേപം. എന്നാൽ പോലീസിന്റെ കുറ്റപത്രത്തിൽ ഉമർ ഖാലിദിന്റെ പ്രസംഗങ്ങൾ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റകൃത്യത്തെ സംബന്ധിച്ച ആഴത്തിലുള്ള പരിശോധനകൾ വിചാരണ കോടതി നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തെളിവുകൾ ഹാജരാക്കാനും സാക്ഷികളെ വിസ്തരിക്കാനുമുള്ള നടപടികൾ വേഗത്തിലാക്കണം. സത്യം പുറത്തു കൊണ്ടുവരാൻ വിചാരണ കോടതിക്ക് ബാധ്യതയുണ്ടെന്ന് ഉന്നത നീതിപീഠം ഓർമ്മിപ്പിച്ചു. ഉമർ ഖാലിദിന്റെ അഭിഭാഷകർ അടുത്ത നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കുകയാണ്. സുപ്രീം കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച ശേഷം പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള സാധ്യതയുണ്ട്. തടവറയിൽ കഴിയുമ്പോഴും തന്റെ ആഴങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഉമർ ഖാലിദിനെയാണ് ബൻജോസ്നയുടെ വാക്കുകളിൽ കാണാൻ കഴിയുന്നത്. ഈ കേസിന്റെ വിധി കേരളത്തിലടക്കമുള്ള രാഷ്ട്രീയ വേദികളിൽ ചർച്ചയാകുന്നുണ്ട്. NIA-യും കേന്ദ്ര സർക്കാരും UAPA നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആക്ഷേപം ശക്തമാക്കാൻ ഈ വിധി കാരണമായേക്കാം. അതേസമയം സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നിയമം കർശനമായിരിക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. 4 വർഷം പിന്നിടുമ്പോഴും കേസ് അവസാനിച്ചിട്ടില്ല. വിചാരണ എന്ന നീണ്ട പ്രക്രിയയ്ക്ക് ഇനിയും എത്ര കാലം എടുക്കുമെന്നത് അജ്ഞാതമാണ്. ജാമ്യം ലഭിച്ചവർക്ക് കുടുംബത്തോടൊപ്പം ചേരാനായെങ്കിലും ഉമർ ഖാലിദിനെ സംബന്ധിച്ചിടത്തോളം നീതിക്കായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്.